Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബോ ആണെങ്കിൽ ഭൂമി തകർത്ത് കായ്സിന്റെ വേൾഡിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെജിറ്റയും ഗോകു അവർ രണ്ടുപേരും ബോവിനെ നേരിടാനായിട്ട് തയ്യാറാവും. അവരാണെങ്കിൽ റോക്ക് പേപ്പർ സിസർ ഒക്കെ കളിച്ച് ആദ്യത്തെ ചാൻസ് ഗോകുവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എൽഡർ കായ്ക്കും അതുപോലെ സുപ്രീം കായ്ക്കും അത് കണ്ട് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അവർ രണ്ടുപേരും ഫ്യൂഷൻ ചെയ്താൽ മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു സിറ്റുവേഷനിലാണ് അവരിപ്പോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനായിട്ട് പോകുന്നത്. ഗോകുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പൊ സുപ്രീം കായും ടണ്ടയും എൽഡർ കായും അവരെല്ലാവരും വേറൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സെയ്റ്റാൻ മാത്രം ആ കായ് വേൾഡിൽ പെട്ടുപോയി. അപ്പൊ ദൂരത്തായിട്ട് ഗോകുവായിട്ടുള്ള പോരാട്ടം കണ്ട് സെയ്റ്റാൻ ആണെങ്കിൽ ഷോക്കാവും. അവൻ ഇപ്പോഴും നടക്കുന്നതെല്ലാം ഒരു സ്വപ്നമാണെന്ന് അവനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ആ ബൂവായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റിന്റെ ഒടുവില് ബൂ ആണെങ്കിൽ വലിയൊരു പവർ അത് ആ ഒരു കായ് വേൾഡ് നശിപ്പിക്കാൻ വേൾഡിന് ചുറ്റും അയക്കും. അതങ്ങനെ കായ് വേൾഡിന് ചുറ്റും സ്പ്രെഡ് ചെയ്ത് തകരാനായിട്ട് തുടങ്ങും. ജിറ്റി ആണെങ്കിൽ ഗോകുവിന്റെയും അതുപോലെ തന്നെ ബോവിന്റെയും പവർ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കും. ഡണ്ട ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഭയന്ന് ഇപ്പോ സുപ്രീം കായോട് പറയും അവൻ കായ് വേൾഡ് തകർക്കുകയാണ്. അതിന് എൽഡർ കായ് പറയും അത്ര വേഗം അത് പൂർണ്ണമായിട്ടും തകരില്ല. ഇവിടെ സൈറ്റാൻ ആണെങ്കിൽ പൊട്ടിക്കരയും ഞാനും നീയും ഇവിടെ പെട്ടുപോയി. രക്ഷിക്കാൻ ഇവിടെ ഇപ്പൊ ആരുമില്ല. ആ ഗോകു അവൻ ആ ബൂവിനെ തോൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയൂ. ഇവിടെ ഗോകു ആണെങ്കിൽ ആ ബൂവിനെ നോക്കും. ഇവൻ ഞാൻ കരുതുന്നത് പോലെ വിഡ്ഢിയല്ല, അവന് നല്ല പവറും ബുദ്ധിയൊക്കെ ഉണ്ട്. അവനത് ഉപയോഗിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഗോകു ആണെങ്കിൽ അവന്റെ തേർഡ് ഫേസിൽ നിന്നുകൊണ്ട് ഇപ്പൊ അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഗോകുവിനെ അറ്റാക്ക് ചെയ്യുമെങ്കിലും ഗോകു അവന്റെ ആ വാലിൽ പിടിച്ചു വലിച്ച് അവനെ ഇടിച്ച് തെറിപ്പിക്കും. അത് കണ്ട് നമ്മുടെ സൈറ്റാൻ ഞെട്ടും. ആയും എല്ലാവരും ഇപ്പൊ ഗോകുവിന്റെ ഫൈറ്റ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് ജീവനോടുകൂടെ ബാക്കിയുള്ളവരെല്ലാവരും ഗോകുവിന്റെ പോരാട്ടം കാണും. എല്ലാവരും ഗോകുവിലാണ് അവരുടെ ഏക പ്രതീക്ഷ അത് വെച്ചിരിക്കുന്നത്. ഗോകുവിനെ കൊണ്ട് മാത്രമേ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് അവർക്ക് എല്ലാവർക്കും ഇപ്പൊ നന്നായിട്ട് അറിയാം. ഫ്രീസയും അവന്റെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും ഷോക്കാവുകയാണ്. അവരാണെങ്കിൽ ഗോകുവിനെ തിരിച്ചറിയും. ആ പാമ്പ് വാതയിലൂടെ പോയപ്പോ നമ്മൾ അവനെ കണ്ടതല്ലേ, അവന്റെ പേര് ഗോകു എന്നാണ്. അവന്റെ മുടി അപ്പൊ കറുത്തതായിരുന്നു, അതെങ്ങനെയോ ഗോൾഡായി മാറിയിരിക്കുകയാണെന്ന് പറയും. ഫ്രീസി ആണെങ്കിൽ ദേഷ്യപ്പെടും. ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ താൽക്കീഴിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. അതെല്ലാം നശിപ്പിച്ചത് ആ കാണുന്ന ഗോകു ഒറ്റയൊരുത്തൻ കാരണമാണ്. സോ ഒരു കാരണവശാലും അവനെ ഞാൻ വെറുതെ വിടില്ല. കേട്ടെ ഗോകുവിന്റെ ഓപ്പോസിറ്റ് അവനോട് ഫൈറ്റ് ചെയ്യുന്ന ആരാണെന്ന് അവർ പരസ്പരം ചോദിക്കും. അതാരാണെന്ന് അറിയില്ല. എന്തായാലും അവൻ വലിയ ശക്തി തന്നെയാണ്. അപ്പോഴായിരിക്കും ബാബുടി അവൻ അവിടേക്ക് വരിക. അത് എന്റെ അടിമയാണ്. എന്റെ സകല കഴിവും പവറും ഒക്കെ കൊടുത്താണ് അവനെ ക്രിയേറ്റ് ചെയ്തത്. എന്റെ കാൽ കീഴിലെ ഒരു നായയെ പോലെയായിരുന്നു അവൻ. ഞാൻ പറയുന്നത് എന്തും അവൻ ചെയ്യും. സോ അപ്രകാരമാണ് ഞാൻ അവനെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പൊ അവൻ ചെയ്യുന്ന ഫൈറ്റും ടെക്നിക്കും അതെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. ബാബുടിയുടെ വാക്കുകൾ കേട്ട് അവരെല്ലാവരും ഷൗക്കാവും. വാവ്, നിങ്ങൾക്ക് ഇത്രയും ശക്തിയും പവറൊക്കെ ഉണ്ടായിരുന്നോ? അതിന് ബാബുടി പറയും ഇതെന്റെ ശക്തിയുടെ 1% പോലും അല്ലാന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോവാണ്. അല്പദൂരം മാറി നിന്ന് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പല്ല് കടിച്ചു പറയും ബു, നീ തോക്കണം. നീ എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചു. നീ എന്നെ തകർത്തു. അതുകൊണ്ട് തന്നെ നീ ഇനി ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. ഗോകു ജയിക്കണം എന്നാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. നീ തോറ്റു പോകണം. കട്ട് ചെയ്ത് ഇവിടെ സുപ്രീം കായ് ആണെങ്കിൽ കൂടുതൽ ടെൻസ്ഡ് ആവും. നിങ്ങളത് കാണുന്നില്ലേ? അവന് കിട്ടിയ അവസരങ്ങളെല്ലാം അവൻ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവാണെങ്കിൽ ഗോകു തോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട് എൽഡർ കായ് ആണെങ്കിൽ ദേഷ്യപ്പെടും. ഒന്നും മിണ്ടാതിരിക്കെ, വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ടിരിക്കാതെ. തീർച്ചയായിട്ടും ഗോകു അവൻ ജയിക്കും. എനിക്ക് അവനിൽ പ്രതീക്ഷയുണ്ട്. ഗോകു വിട്ടുകൊടുക്കരുത്, അവനെ തോൽപ്പിക്കണം എന്ന് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ തേർഡ് ഫേസിൽ തന്നെ ആ ഒരു ബോവിനെ ആഞ്ഞടിക്കുകയാണ്. ബോ ആണെങ്കിൽ കറങ്ങിയും തിരിഞ്ഞും വന്ന് ഗോകുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കാഴ്ചകളെല്ലാം കണ്ട് വെജിറ്റി ആണെങ്കിൽ അക്ഷമയോടുകൂടെ കാത്തിരിക്കും. ഗോകു ആണെങ്കിൽ ബോൾ പോലെ വരുന്നത് കണ്ട് അവനെ തട്ടി മാറ്റുമെങ്കിലും പവറിൽ അവൻ പോയി ചുമരിൽ ആഞ്ഞടിക്കും. ഗോ ആണെങ്കിൽ ഓരോ മലകളിലും ആഞ്ഞടിച്ചിടിച്ച് ഗോകുവിന്റെ പിന്നാലെ പോവും. ഗോകു ആണെങ്കിൽ അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം ഡൈവേർട്ടായി മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അവിടെ മലകളൊക്കെ ഇടിഞ്ഞു വീഴുമ്പോ ഇവിടെ സൈറ്റാൻ ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. കുട്ടി, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചീത്ത സ്വപ്നത്തിൽ നിന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാനാണ് ഈ ലോക ചാമ്പ്യൻ. പക്ഷാൽ സൈറ്റാൻ, നീ എന്റെ കയ്യിൽ സേഫ് ആയിരിക്കും എന്ന് പറയും. അടുത്ത നിമിഷം ഒരു പാറക്കഷ്ണം തലയിൽ വീണ് ആള് ഫ്ലാറ്റ് ആവും. ആണെങ്കിൽ വലിയൊരു ദ്വാരം ഉണ്ടാക്കി അതിന്റെ അകത്തൂടെ കടന്നു പോവാണ്. ഗോകു ആണെങ്കിൽ ബോവിനെ വിളിക്കും. ബോ, ധൈര്യം ഉണ്ടെങ്കിൽ നീ പുറത്തേക്ക് വാ. അടുത്ത നിമിഷം അവിടെ മുഴുവൻ കിടുങ്ങി വിറയ്ക്കും. ഗോകു ഓരോ ഭാഗത്തേക്ക് മാറുന്തോറും എല്ലാം തന്നെ വലിയ ഇമ്പാക്ട് ഉണ്ടാവുകയാണ്. അവൻ ഈ ഭൂമിക്ക് അടിയിലുണ്ട്. എപ്പോ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാന്ന് പറയുന്ന അടുത്ത നിമിഷം ഗോകുവിനെ ഇടിച്ച് തെറിപ്പിച്ച് അവൻ മുകളിലേക്ക് വരും. ഗോകു ആണെങ്കിൽ പാറകൾക്കിടയിൽ പെട്ടുപോകും. ശേഷം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൻ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇവിടെ ബൂ ആണെങ്കിൽ അവനെ കണ്ട് ഹാപ്പി ആയിട്ട് പൊട്ടിച്ചിരിക്കും. ഇവിടെ വെജിറ്റി ആണെങ്കിൽ മാജിക് ബൂവിന്റെ പവർ കണ്ട് അത്ഭുതപ്പെടും. ഓ നോ, ഞാൻ കരുതിയതിൽ എത്രയോ വലുതാണ് അവന്റെ പവർ. ഗോകു നന്നായിട്ട് തന്നെ അവനോട് പോരാടുന്നുണ്ട്. ഇവിടെ ബൂ ആണെങ്കിൽ ഗോകുവിനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരെ
ഗോക്കു ആണെങ്കിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കും. ഒരു കാരണവശാൽ ഇത്തവണ അവൻ മിസ്സായി പോവാൻ പാടില്ല. ഞാൻ അവനെ തകർക്കുമെന്ന് പറഞ്ഞ് ഹാമെ പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യും. ബോ ആണെങ്കിൽ ആദ്യം അത് കണ്ട് ഭയപ്പെടും. ആ ഒരു പവർ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് തളർന്ന് താഴേക്ക് വീഴുകയാണ്. മൊട്ടപ്പനും നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കണ്ട് ഞെട്ടും. ശ്വാസം വലിച്ചു വിട്ട് ഇപ്പൊ പതിയെ മുകളിലേക്ക് നോക്കും. അപ്പൊ അവൻ കാണും ആ ഒരു മാജിക് ബൂ അവൻ വീണ്ടും റീജനറേറ്റ് ചെയ്ത് ഒരുപാട് മാജിക് ബൂക്കളായി മാറുകയാണ്. ഇവിടെ പട്ടിക്കുട്ടിയാണെങ്കിൽ സൈറ്റാനെ അവനെ നക്കി ഉണർത്തും. അവനാണെങ്കിൽ പതിയെ കണ്ണുറന്ന് നോക്കും. ഓ നോ, ഞാനിത് എന്താ ഈ കാണുന്നേ? ബോവിന്റെ കുട്ടികളാണോ അത് മുഴുവൻ? ഇത് ശരിക്കും സ്വപ്നം തന്നെയാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് ബോധത്തിലേക്ക് തിരികെ വരണമായിരുന്നു എന്ന് പറയും. ഇവിടെ ഗോകുവിനെ കൊണ്ടാണെങ്കിൽ വീണ്ടും ആ സൂപ്പർ സയൻ 3rd ഫേസിലേക്ക് പോകാൻ കഴിയുന്നില്ല. ആ മാജിക് ബൂ അത് വീണ്ടും ഗോകുവിനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങും. ഗോകു പവർ പൂർണ്ണമായി നഷ്ടപ്പെട്ട് അങ്ങനെ തളർന്ന് താഴേക്ക് വീഴുകയാണ്. ഇവിടെ എൽഡർ ഗായും അതുപോലെ തന്നെ സുപ്രീം ഗായും അത് കണ്ട് ഷോക്കാവും. ഗോകു തളർന്നു പോയിരിക്കുന്നു. വജീറ്റി ആണെങ്കിൽ ഗോകു വീണ് കിടക്കുന്ന കണ്ട് അവന്റെ അടുത്തേക്ക് വരും. നീ തളർന്നു പോയോ? കുഴപ്പമില്ല, അടുത്തതായിട്ട് എന്റെ ടേണാണ്. ഉറപ്പായാലും എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ അവനെ ഒറ്റയ്ക്കും തകർക്കാനായിട്ട് ശ്രമിക്കും. അത് കേട്ട് ഗോകു ആണെങ്കിൽ അവനോട് പറയും, നീ കരുതും പോലെയല്ല, അവൻ വളരെ ശക്തിശാലിയാണ്, സൂക്ഷിച്ചു വേണം അവനുമായിട്ട് പോരാടാൻ. അതിന് വജീറ്റി ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പോയി പുറച്ച് അവന്റെ പവറുകൾ അവന്റെ നേരെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റാതെ വജീറ്റിയുടെ അടുത്തേക്ക് വന്ന് പൊരിഞ്ഞ പോരാട്ടം. വജീറ്റ അവനോട്ട് ഡയറക്റ്റ് പോരാടുമ്പോഴായിരിക്കും അവന്റെ പവർ തിരിച്ചറിയുക. കുട്ടികൾക്കുള്ളിൽ അവന്റെ പഞ്ച് കിട്ടി ചോര തുളുമ്പി വജീറ്റയാണെങ്കിൽ പതിയെ തോൽക്കാനായിട്ട് തുടങ്ങും. ഇവിടെ സുപ്രീം ഗായ് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. വജീറ്റയ്ക്കും അവനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഓൾറെഡി ഇപ്പൊ ഗോകു അവശനാണ്. സോ ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാം ആ ബൂ നശിപ്പിക്കും. എൽഡർ ഗായ് ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അതെ, നീ പറഞ്ഞത് ശരിയാണ്, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വജീറ്റയും അവന്റെ പവർ നഷ്ടപ്പെട്ടാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. വജീറ്റയാണെങ്കിൽ ഓരോ തവണ ആ ബൂവിന്റെ ഓരോ പാർട്ടായിട്ട് നശിപ്പിക്കുമെങ്കിലും അത് റീജനറേറ്റ് ചെയ്ത് വന്ന് അവനിപ്പോ ഇറങ്ങി വന്ന് കാലുമടക്കി അവനെ ചവിട്ട് തെറിപ്പിക്കുകയാണ്. വജീറ്റയാണെങ്കിൽ ആ ചമ്മരിൽ പോയി ആഞ്ഞടിച്ച് അങ്ങനെ സ്റ്റിക്കറായിട്ട് നിൽക്കും. ഗോകു എങ്ങനെയാണ് ഇവനോട് പോരാടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ പവറിന് മുൻപിൽ ഞാൻ ഒന്നും തന്നെ അല്ലാന്ന് പറയുമ്പോൾ ബൂ ആണെങ്കിൽ വീണ്ടും അവന്റെ അടുത്തേക്ക് വന്ന് ആ വലിയ പവർ ഉപയോഗിച്ച് ഇപ്പൊ വജീറ്റയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. വജീറ്റ ആണെങ്കിൽ മരിക്കാൻ തയ്യാറാവും. പക്ഷെ അടുത്ത നിമിഷം ഗോകു അവനെ തട്ടിത്തെറിപ്പിക്കും. വജീറ്റ, ഇനി ഇവന്റെ കാര്യം അത് ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന് ഗോകു പറയും. വജീറ്റയ്ക്കാണെങ്കിൽ വല്ലാത്ത അപമാനം. ഉള്ളിൽ അല്പം കൂടെ ശക്തി ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ വീണ്ടും അവന്റെ സൂപ്പർ സയൻ 3rd ഫേസിൽ പോയിട്ട് അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. വജീറ്റ ആണെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഗോകു ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഓരോ സമയത്തും ഞാൻ തോറ്റുപോയി. സൂപ്പർ സയൻസിന്റെ രാജകുമാരൻ ഞാനാണെന്ന് കരുതി എപ്പോഴും ഞാൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊക്കെ അതിദാരുണമായിട്ട് അവനെ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. സോ അതിലൂടെ എനിക്ക് അവനോടുള്ള വെറുപ്പ് കൂടി വന്നു. ഇതിൽ ഗോകു, നീ കാരണമാണ് എനിക്കും ഒരുപാട് മാറ്റം ഉണ്ടായത്. ഞാൻ ഒരുപാട് പേരെ കൊന്നു കളഞ്ഞ് സൂപ്പർ സയൻസിൽ തന്നെ ഒരു രാജകുമാരനായി മാറാൻ ശ്രമിച്ചു. പക്ഷെ നിന്റെ പവർ മുൻപിൽ ഒന്നുമല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മറ്റുള്ളവരെ സംരക്ഷിക്കാനാണ് നിന്റെ പവർ ഉപയോഗിച്ചതെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അത് നിന്റെ വെറും 1% പവർ മാത്രമാണെന്ന് പതിയെ ഞാൻ തിരിച്ചറിഞ്ഞു. നിന്നിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പതിയെ ഭൂമിയിലെ ഒരു മെമ്പറായി എനിക്കൊരു ഫാമിലി ഉണ്ടായി. എന്നിലും ഇമോഷൻസും അഫക്ഷനും വന്നു. എല്ലാവരും എന്നെ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് കണ്ടപ്പോൾ നീ മാത്രമാണ് എന്നെ തിരിച്ചറിഞ്ഞത്, എന്നെ സ്നേഹിച്ചത്. ശത്രുക്കളെ സ്നേഹിക്കാൻ നീയാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു പുതിയ വെളിച്ചം നീ എനിക്ക് പകർന്നു തന്നു. പല കാര്യങ്ങളിൽ നിന്നിൽ നിന്ന് ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ഞാനല്ല മറിച്ച് നീയാണ് നമ്പർ 1. നിന്നെ കൊണ്ട് മാത്രമേ ഉറപ്പായിട്ടും അവനെ തോൽപ്പിച്ച് ഈ പ്രപഞ്ചത്തെ തിരികെ പിടിക്കാൻ കഴിയൂ. കട്ട് ചെയ്ത ഇവിടെ ഗോകു ആണെങ്കിൽ ആ ഒരു ബൂവായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഗോകുവിന്റെ പഞ്ച് കിട്ടി ബൂ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് സൈറ്റാന് മുൻപിലേക്ക് വരും. കാണേണ്ട താമസം സൈറ്റാൻ ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. അടുത്ത നിമിഷം സൈറ്റാൻ ആണെങ്കിൽ അവർക്ക് നേരെ ഒരു പവർ ഉപയോഗിച്ച് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഗോകുവിന്റെ മുൻപിലേക്ക് വരികയാണ്. ഗോകു അവനെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും വലിയൊരു പവർ ഇട്ട് ഗോകുവിനെ തകർക്കാൻ നോക്കും. ആ പവർ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ വജീറ്റയുടെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. എല്ലാവരും ഞെട്ടി ആ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തേക്ക് തന്നെ നോക്കും. ഇത് ബ്ലാസ്റ്റ് ആയത്, ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ച ഉറപ്പായാലും എന്റെ കാറ്റ് പോകുന്നു പറഞ്ഞ് ഇപ്പോ പിടിച്ചിരുന്ന സൈറ്റാനും പട്ടിക്കുട്ടിയാണെങ്കിൽ അങ്ങനെ പറന്നു പോവാണ്. ഇവിടെ ബൂ ആണെങ്കിൽ ഗോകുവിന്റെ കാറ്റ് പോയെന്ന് കരുതി ഹായായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഗോകു പതിയെ മുകളിലേക്ക് ഉയർന്നു വന്ന് ഹാമെ പവർ ഉപയോഗിക്കുക. ഹാമെ പവർ ആണെങ്കിൽ അവന്റെ ഒരു കൈ തന്നെ തകർത്ത് കളയും. പക്ഷെ ഞൊടിയിടയിൽ അവന് റീജനറേറ്റ് ചെയ്യുന്ന ഗോകു ആണെങ്കിൽ വീണ്ടും അവനുമായിട്ട് പോരാടാൻ അവന്റെ അടുത്തേക്ക് പോകുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.